ഓക്കെ, എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? ഹാപ്പി. ഹാപ്പി. യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് സെഷനിലേക്ക് പോവാം. സോ ഇന്ന് ഞങ്ങൾക്കറിയാം നമ്മുടെ സേഫ് സൈഡ് ലോ ഓഫ് അട്രാക്ഷന്റെ സെഷനാണ് വരുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിട്ട് ഇരിക്കുക. വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവരൊക്കെ വീഡിയോ ഓൺ ചെയ്തിരിക്കുക. ദെൻ എല്ലാ ക്ലാസ്സിലും നമ്മൾ പറയുന്ന പോലെ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യാം. ഞങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു ലോ ഓഫ് അട്രാക്ഷൻ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സേഫ് സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. സോ പ്ലീസ് വെൽക്കം. Thank you. Warm magic morning to all. Okay. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ നെപ്പോളിയൻ ഹില്ലിന്റെ 10 റൂൾസ് ഫോർ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള സബ്ജക്റ്റ് ആണ്. ഓക്കെ, സോ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ ഒരു കാര്യം എന്താ വെച്ചാല് ഞാനിതിൽ പറഞ്ഞിരിക്കുന്ന ഇതിന്റെ ഹെഡിങ് നോക്കുക, 10 റൂൾസ് ഫോർ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ്. എന്താണ് ട്രാൻസ്ഫോർമേഷൻ, എന്താണ് ചേഞ്ച്? ആർക്ക് പറയാൻ പറ്റുക? ട്രാൻസ്ഫോർമേഷനും ചേഞ്ചും തമ്മിൽ ഡിഫറൻസ്, അല്ലെങ്കിൽ എന്താണ് ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കും പറയാം. ചേഞ്ച് എന്ന് പറഞ്ഞത് ചെറിയൊരു ചേഞ്ച് ആണ്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അത് കുറെ കാലത്തേക്ക് ഉണ്ടാവുന്ന ഒരു ചേഞ്ച് ആണ്. ഓക്കെ, വെരി ഗുഡ്. വേറെ ഒരു എക്സാമ്പിളിലൂടെ ആർക്കാ പറയാൻ പറ്റും ഒരു ട്രാൻസ്ഫോർമേഷന്റെ? എല്ലാവർക്കും മനസ്സിലാവുന്ന സിമ്പിൾ എക്സാമ്പിളിലൂടെ. ഒരാള് ഓക്കെ. പ്രീതമേ പറഞ്ഞോളൂ. പ്യൂപ്പയിൽ നിന്ന് പൂമ്പാറ്റയായി വരുന്ന ട്രാൻസ്ഫോർമേഷൻ, പിന്നെ തിരിച്ചത് അങ്ങോട്ട് വരാൻ പറ്റില്ല. ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് വന്നാലും വീണ്ടും തിരിച്ചു പോകാൻ പറ്റും. ട്രാൻസ്ഫോർമേഷൻ പെർമനന്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. വേറെ എക്സാമ്പിൾ മണി സാർ പറഞ്ഞോളൂ. ഞാൻ അതന്നെ ഉദ്ദേശിച്ച അതന്നെ പറഞ്ഞത്. രണ്ടുപേരും ഉദ്ദേശിച്ച ഒന്നാണ് അല്ലേ? അപ്പം ട്രാൻസ്ഫോർമേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്. ഇന്ന് ഫസ്റ്റത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുവാണ്. ഓക്കെ, ഈ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുക എന്ന് പറയുന്നത് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പൊ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. സ്ഥിരമായിട്ട് 5 മണിക്ക് എണീക്കാൻ പറ്റുന്ന കുറെ ആളുകൾ ഇതിലുണ്ടാവും അല്ലെ? സ്ഥിരമായിട്ട് 5 മണിക്ക് എണീക്കാൻ പറ്റുന്ന ആളുകൾ അല്ലെ? അപ്പൊ അവർക്ക് ആദ്യത്തെ സമയത്ത് ഉണ്ടായിരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ 5 മണിക്ക് എണീക്കാൻ പറ്റുക എന്നുള്ളതായിരിക്കും. ഓക്കെ, ഇപ്പോഴത്തെ വിഷയം 5 മണിക്ക് ഉറങ്ങാൻ സാധിക്കില്ലെന്നായിരിക്കും. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? 5 മണിക്ക് എണീറ്റ് ശീലമായി, ഇപ്പൊ 5 മണി കഴിഞ്ഞാൽ ഉറങ്ങാൻ സാധിക്കുന്നില്ല. അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്തേ. ഇറ്റ്സ് കോൾഡ് ട്രാൻസ്ഫോർമേഷൻ അല്ലേ? അതെന്തായി? നമ്മളുടെ ഒരു ഹാബിറ്റ് ആയിട്ട് മാറി. ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു സാധനമാണ്. ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഉണ്ടാകും. അതിൽ നിന്ന് ട്രാൻസ്ഫോർമേഷനിലേക്ക് മാറുക എന്ന് പറയുന്നതാണ് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതിന് നെപ്പോളിയൻ ഹില്ല് പറയുന്ന 10 മെത്തേഡുകളാണ്. അതിൽ നമുക്ക് എത്ര മെത്തേഡ് ഡിസ്കസ് ചെയ്യാൻ പറ്റും അത്രയും മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ബാക്കി നമ്മൾ എന്ത് ചെയ്യും, അടുത്ത സെഷനിൽ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. സോ എൻ്റെ ആദ്യത്തെ നമ്മൾ ഇതിലേക്ക് പോകുമ്പോൾ നെപ്പോളിയൻ ഹില്ല് പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണമെങ്കിൽ എപ്പോഴും നമ്മുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? പക്ഷെ നമ്മൾ എക്സസൈസ് ചെയ്യണമെന്നില്ല. നമുക്ക് എല്ലാവർക്കും അത് അറിയാം, ചെയ്യുന്നത് നല്ലതാണെന്ന് എക്സസൈസ് ചെയ്യണമെന്നില്ല. പക്ഷെ ഒരു സാഹചര്യത്തിൽ എല്ലാവരും എക്സസൈസ് ചെയ്യും. അത് എപ്പോഴാണ് എക്സസൈസ് ചെയ്യാൻ? ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇന്നൊരു സംഭവം വന്നു കഴിഞ്ഞാൽ ആളുകൾ സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്ത് തുടങ്ങും. അത് ഏത് സമയത്താ സക്സസ്? ഒരു അറ്റാക്ക് വന്നാണ്ട് ഡോക്ടർ പറയുന്നു. അറ്റാക്ക് വന്നാണ്ട് ഒരു ഡോക്ടർ പറയുമ്പോൾ എന്ത് ചെയ്യും? ഒരു അറ്റാക്ക് വന്നിട്ട് ഡോക്ടർ പറയുമ്പോൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം വന്നിട്ട് ഡോക്ടർ പറയാണ് ഇനി നിങ്ങൾ ഇത് ചെയ്യാഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നു പറയുമ്പോൾ അയാൾ അതിന് റെഡിയാവും. ഓക്കെ, അതേപോലെയാണ് ലൈഫിൽ എപ്പോഴും മനുഷ്യൻ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോഴായിരിക്കും ട്രാൻസ്ഫോർമേഷൻ. അതിനാൻ സ്വാമി എന്ന് പറയുന്ന പാട്ടുകാരുണ്ടായിരുന്നു. ഓക്കെ, ഏകദേശം 160 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. ഒരിക്കൽ ഡോക്ടർ പറഞ്ഞു
ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരു മാസം കൂടെ ജീവിക്കുള്ളൂ. അതിൽ നിന്ന് അദ്ദേഹം 70 കിലോ വെയിറ്റിലേക്ക് പിന്നെ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ബോഡിയെ ട്രാൻസ്ഫോം ചെയ്തു. അല്ലെ, ബോഡിയിലൊക്കെ ഉണ്ടാകുന്നതിന് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം. ഒരു 100 കിലോ ഉണ്ടായിരുന്ന ഒരാൾ എന്ത് ചെയ്തു? ഒരു 60 കിലോ അല്ലെങ്കിൽ 70 കിലോയിലേക്ക് കൊണ്ടുവന്നു. ഇറ്റ്സ് എ ട്രാൻസ്ഫോർമേഷൻ. ആ ട്രാൻസ്ഫോർമേഷൻ നിലനിർത്താനുള്ള അയാളുടെ കഴിവാണ് അയാളുടെ സക്സസ് എന്ന് പറഞ്ഞത്. അപ്പൊ അതിന് നെപ്പോളിയൻ ഹില്ല് പറയുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരാളുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകാൻ അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നോ യുവർ വൈ ആണ്. പർപ്പസ് ഓവർ മോട്ടിവേഷൻ. എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് എന്നൊക്കെ. അപ്പൊ നമ്മൾ അതിന്റെ ഡീപ്പെൻഡിലേക്ക് നമ്മൾ നോ യുവർ വൈ എന്നും ചെയ്തു പോകേണ്ടത്. നമ്മൾ ബേസിക്കലി ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മൾക്ക് നമ്മളുടെ കുറെ ഗോളുകൾ, നമ്മളുടെ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. അതുണ്ടായിരിക്കും നിങ്ങൾക്ക് ബേസിക്കലി ഒരു വൈ എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കുറെ ആളുകൾ എന്താ വെച്ചാൽ ഇപ്പോൾ പിന്നെ അവർ നോക്കുന്നത് നോ യുവർ, എന്താ എന്റെ വൈ, ഞാൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്, എന്താണ് എൻ്റെ ലൈഫ് ഓഫ് പർപ്പസ്. ഇത് ആലോചിച്ച് ചിന്തിച്ച് എന്ത് ചെയ്യും? 60 വയസ്സായിട്ട് മരിച്ചു അല്ലെങ്കിൽ 70 വയസ്സായിട്ട് മരിച്ചു. നോ യുവർ വൈ എന്ന് പറയുന്ന സാധനം എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് അപ്പം ഒരു ഷോർട്ട് ടൈം, ഒരു സമയത്തേക്ക്, ഒരു 3 മാസത്തേക്ക്, 6 മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് എന്താണോ നിങ്ങളുടെ അപ്പോൾ അച്ചീവ് ചെയ്യാനുള്ള സാധനം, അതിലേക്ക് എന്ത് ചെയ്യുക? ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോഴാണ് ശരിക്കും നമുക്ക് ഈ പർപ്പസ് ഓവർ മോട്ടിവേഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുക. ഈ മോട്ടിവേഷൻ കേൾക്കുമ്പോൾ നമുക്ക് തോന്നില്ല നമുക്ക് ഇന്ന് മുതൽ ഭയങ്കര ചേഞ്ച് ആവണം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നൊക്കെ നമുക്ക് തോന്നും. കുറച്ച് കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് നമ്മൾ മാറിയിട്ട് വേറെ രീതിയിലേക്ക് എന്ത് ചെയ്യും? പോകും. ഒന്നാമത്തെ കാര്യം നമുക്ക് എപ്പോഴും വേണ്ട സംഭവം എന്ന് പറയുന്നത്, നമ്മളെ എന്താണ് നമ്മുടെ നോ യുവർ വൈ, എന്തിനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ ഉള്ളതിന് നിങ്ങൾ ഓൾറെഡി എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം കണ്ടിട്ടുണ്ടാവും. നമുക്ക് എന്തുകൊണ്ടാണ് ഏതെങ്കിലും ഒരു കാര്യമൊക്കെ വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് കണ്ടെത്തുന്നത്. അതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് അദ്ദേഹം പറയുന്നത്. ആ നോ യുവർ വൈ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ ബേസിക്കലി ഞാനൊരു കാര്യം പറയാം, നമ്മളുടെ ബോഡിയോടും നമ്മുടെ ആത്മാവിനോടും നീതി പുലർത്തുക എന്നുള്ളതാണ്. നിങ്ങളുടെ നോ യുവർ വൈ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബേസിക്കലി കണ്ടുപിടിക്കാൻ പറ്റുക വെച്ചാൽ, നിങ്ങളുടെ ശരീരത്തിനോടും നിങ്ങളുടെ മനസ്സിനോടും നിങ്ങളുടെ ആത്മാവിനോടും നീതി പുലർത്തുന്ന ഒരു കാര്യമായിരിക്കും എന്ത് ചെയ്യുക. നിങ്ങളുടെ മനസ്സ് തന്നെ പറയും നിങ്ങൾ ഇങ്ങനെ ചെയ്തോ, നിങ്ങൾ ഇങ്ങനെ ചെയ്തു. ആ സംഭവം വെച്ചിട്ട് എന്ത് ചെയ്യുക? നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞത്, നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നതിന്റെ ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ ഒറ്റ കാര്യമുള്ളൂ, വേറെ ആളെ സഹായിക്കാനാണ്. ഈ ഭൂമി ഇത്ര മനോഹരാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ബിൽഡിങ്ങുകൾ, കണ്ടുപിടുത്തങ്ങളൊക്കെ ദൈവം ഉണ്ടാക്കിയതാണോ? ദൈവം ഉണ്ടാക്കിയാണോ? ഞാനിപ്പോ നിങ്ങൾ സംസാരിക്കുന്ന ഈ സൂം ദൈവം ഉണ്ടാക്കിയതാണോ? ആണോ അല്ലേ? യെസ് ഓർ നോ? ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്തേ. ദൈവം ഉണ്ടാക്കിയ അല്ല അല്ലെ, മനുഷ്യനുണ്ടാക്കിയതാണ്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഭയ. അദ്ദേഹം എന്താ ചെയ്ത്? നമ്മളെ ഹെൽപ്പ് ചെയ്തു. ഇപ്പൊ ബി മാജിക് ഒരു പർപ്പസ് ആണ്. ബി മാജിക് എന്ന് പറഞ്ഞതാണ് ഒരു പർപ്പസ് ആണ്. എന്താണ് ആ പർപ്പസ്? ആർക്കെങ്കിലും ഈ സൊസൈറ്റിയിലേക്ക് നമുക്ക് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും. ഏതെങ്കിലും ഒരാൾക്ക്, ഒരു പക്ഷേ ഈ ബി മാജിക് വന്നതിന് ശേഷം മിനിമം ഒരു 100 ആളുടെങ്കിലും മൈൻഡ് സെറ്റ് നമുക്ക് ചിലപ്പോൾ മാറ്റാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ മിനിമം 100 ആൾക്കാരുടെ ലൈഫിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വാട്ട് യു വിൽ ഗെറ്റ് ബാക്ക്. എന്നൊരു പർപ്പസ് ആണ്. നിങ്ങളുടെ ജോലി എന്താണോ ആ ജോലി ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്നത് നിങ്ങളുടെ പർപ്പസാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലി കൊണ്ട് ഒരു മനുഷ്യന് ഉപകാരമുള്ളതാണെങ്കിൽ അത് നിങ്ങളുടെ പർപ്പസാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലിയൊക്കെ നോക്കുക, അതുകൊണ്ട് ആർക്കെങ്കിലും ഉപകാരം ഉണ്ടോ, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഉപകാരം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ എന്താണ്? വയ്യാണ്. ആ കാര്യത്തിന് ഏറ്റവും വൃത്തിക്ക് ചെയ്യുമ്പോൾ ആ ഒരാൾക്ക് കിട്ടുന്ന ഉപകാരം നിങ്ങൾക്ക് 2 ആക്കാൻ സാധിക്കുമോ, 2 ആൾക്ക് കിട്ടുന്നത് 4 സാധിക്കുമോ, 4 40 ആക്കാൻ സാധിക്കുമോ, അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ലൈഫ് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ലൈഫിൽ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതാണ് നിങ്ങളുടെ വഴി. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ചെയ്യുന്നപ്പോൾ ജോലി ഉണ്ടാവും. ആ ജോലി, നിങ്ങൾ ചെയ്യുന്ന ജോലിയൊക്കെ ആർക്കെങ്കിലും ഉപകാരമുള്ള സംഭവമാണ്. യെസ് ഓർ നോ എന്ന് കമന്റ് ചെയ്ത്. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി കൊണ്ട് ആർക്കെങ്കിലും ഒക്കെ ഉപകാരമുണ്ടോ? ആർക്കെങ്കിലും ഒക്കെ മറ്റൊരു മനുഷ്യന് ഉപകാരമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് ഉപകാരമുണ്ടോ? നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉപകാരമുണ്ടോ? അതോ അതുകൊണ്ട് ബാക്കിയുള്ള ആൾക്ക് ഉപദ്രവം ഉണ്ടാവോ? ഉപകാരമാണ്. അപ്പൊ അതാണ് നിങ്ങളുടെ പർപ്പസ് എന്ന് പറഞ്ഞത്. ആ ജോലി ഏറ്റവും വൃത്തിയിൽ ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്തിട്ട് എന്ത് ചെയ്യുക? അത് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കുക. അപ്പം ക്ലിയർ ആണോ? ഇനി വൈ തെരഞ്ഞിട്ട് എന്ത് ചെയ്യണ്ട? വൈ തെരഞ്ഞിട്ട് ഇങ്ങനെ കുറെ ഇതിൽ നോക്കി എന്താണ് ഇപ്പൊ എന്റെ പർപ്പസ്, ഞാൻ എന്താണ് ഈ ഭൂമിയിലേക്ക് വന്നത്? ഐസക് ന്യൂട്ടൺ പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഇത് കണ്ടുപിടിക്കാനാണ്. ഇലോൺ മസ്ക് വന്നിട്ടുള്ളത് ഇതാണ്, മമ്മൂട്ടി ഇതിനാണ്. അല്ല, നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ചെയ്യുന്നൊരു കാര്യം, അതിൽ എന്ത് ചെയ്യാം? സ്റ്റിക്ക് ഓൺ ചെയ്ത് ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത്. ക്ലിയർ ആണോ? രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് സ്റ്റാർട്ട് സ്മോൾ എന്നുള്ളതാണ്. രണ്ടാമത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ട് സ്മോൾ. ഏറ്റവും ചെറുതായിട്ട് എന്ത് ചെയ്യുക?
നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരാൾ തീരുമാനിക്കുകയാണ് നാളെ മുതൽ ഞാൻ 1 മണിക്കൂർ എക്സസൈസ് ചെയ്യുന്ന തീരുമാനിക്കുന്നതിന് പകരം അയാൾ എന്ത് ചെയ്യുക, 5 മിനിറ്റ് ഞാൻ എക്സസൈസ് ചെയ്യാൻ തീരുമാനിക്കുക. ഒരാൾ തീരുമാനിക്കുകയാണ് ഞാൻ നാളെ ഒരു പുസ്തകം വായിച്ചു തീർക്കും, അല്ലെങ്കിൽ ഞാൻ നാളെ മുതൽ പുസ്തകം വായന സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നതിന് പകരം നാളെ മുതൽ ഞാൻ 1 പേജ് വായിക്കും. ഓക്കെ, നാളെ മുതൽ ഞാൻ 1 പേജ് വായിക്കും. ഇങ്ങനെ നമ്മളൊരു കാര്യം ചെയ്യാത്തൊരു കാര്യം ചെയ്തു തുടങ്ങുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഹാർഡായിട്ട് ഫീൽ ചെയ്യും. ആ ഹാർഡായിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളത് ഏറ്റവും നല്ല രീതിയിൽ എന്ന് പറയുന്നത് ഏറ്റവും സ്മോൾ ആയിട്ട് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് സ്മോൾ. ഓക്കെ, നമ്മൾ എപ്പോഴാണ് വിൻ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ദി ചേഞ്ച് ഈസ് ഓൾവേസ് ദ റിസൾട്ട് ഓഫ് ടൈനി സ്റ്റെപ്പ് ടേക്ക് കൺസിസ്റ്റന്റ്ലി. നമ്മുടെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഉണ്ടാകുമ്പോഴാണ്. അതിന് എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ ഒരു പുഴ ഉണ്ടാവുന്നത് എങ്ങനെ നോക്കിയാൽ മതി. ഓക്കെ, ഈ പ്രകൃതിയിൽ ഒരു പുഴയൊക്കെ ഉണ്ടാവുന്നത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നോക്കി കഴിഞ്ഞാൽ മതി. നിങ്ങളൊരു വഴി ഉണ്ടാവുന്നത് എങ്ങനെ നോക്കിയാൽ മതി. ഓക്കെ, നിങ്ങളൊരു വീട് നമ്മൾ ചില വീടുകളൊക്കെ താമസമില്ലാത്ത വീട്ടിൽ എന്ത് സംഭവിക്കും, താമസമില്ലാത്ത വീട്ടിൽ എന്താ സംഭവിക്കുക, ഒരു താമസമില്ലാത്ത വീട്ടിൽ എന്താ സംഭവിക്കുക, കാട് പിടിക്കും അല്ലെ. താമസമൊന്നും ഇല്ലാത്ത വീടാണെങ്കിൽ മുറ്റൊക്കെ ഉണ്ടെങ്കിൽ മുറ്റൊക്കെ ചെയ്ത് പിന്നെ കാട് പിടിച്ചിട്ട് ചെയ്തു അല്ലെ. അപ്പൊ അവിടെ അയാൾ ഒരു 6 മാസം 8 മാസം കൂടുമ്പോൾ എന്ത് ചെയ്തു, ഈ കാടൊക്കെ ക്ലീൻ ചെയ്തു. ഈ കാടൊക്കെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ അവിടെ ഒന്നും ചെയ്യുന്നില്ല, അവിടെ താമസിക്കുന്നില്ല. എഗൈൻ എന്ത് സംഭവിക്കും, വീണ്ടും അതേപോലെ ആവും. അതേ സമയത്ത് ആ വീട്ടിൽ എന്ത് സംഭവിച്ചു, അയാൾ ക്ലീൻ ചെയ്തതിനു ശേഷം അവിടെ താമസക്കാർ വന്നു. ഓക്കെ, കാട് പിടിച്ചിരിക്കുന്ന ഒരു വീടാണ്, താമസക്കാർ വന്നു. എന്താ സംഭവിക്കുക, താമസക്കാരൻ പിന്നെ കാട് പിടിക്കോ? ഇല്ല. അയാൾ കറക്റ്റ് ആയിട്ട് അവിടെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ കാട് പിടിക്കില്ല. അതാണ് ഒരു സ്മോൾ സ്റ്റെപ്പ് എപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ എടുക്കാൻ തയ്യാറാവാന്നുള്ളതാണ്. വലിയ വലിയ സ്റ്റെപ്പുകളല്ല നമുക്ക് എന്ത് കൊണ്ടുവരിക. ഞാനെപ്പോഴും എല്ലാവരോടും പറയുന്നത് വലിയ വലിയ കാര്യങ്ങളല്ല നമ്മുടെ ലൈഫിൽ ചേഞ്ച് ആകേണ്ടത്. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചേഞ്ച് ആകുമ്പോൾ അത് ഒരു പുഴയായി മാറുന്നത് പോലെ നമുക്ക് എന്ത് സംഭവിക്കും, വലിയ രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കും. അപ്പോൾ നമുക്ക് അവിടെ ഉണ്ടാകുന്ന കുറേ റെസിസ്റ്റൻസിന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുന്നത് ഒരാൾക്ക് ഇപ്പോൾ ഒരു പുസ്തകം വായിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പുസ്തകം വായിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അയാൾ തീരുമാനിക്കുകയാണ് 7 മണി മുതൽ എല്ലാ ദിവസവും 7:10 വരെ ഞാൻ പുസ്തകം വായിക്കാൻ വേണ്ടി ടൈമായിട്ട് ഫിക്സ് ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ അയാൾക്ക് തോന്നുന്നത് 7 മണി മുതൽ 7:10 വരെ 10 മിനിറ്റ് എനിക്ക് വായിക്കാൻ ബുദ്ധിമുട്ടാണ്. 7:05 വരെ 5 മിനിറ്റ് എനിക്ക് വായിക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, എന്നാൽ 7:02 വരെ വായിക്കാം. 7:02 വരെ വായിക്കാം. എന്നാൽ 7 മണി മുതൽ 7:01 വരെ വായിക്കാം. 1 മിനിറ്റ് എന്തായാലും പുസ്തകം വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇതിനെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ 1 മിനിറ്റിനെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്ത് സംഭവിക്കും, ഈ 1 മിനിറ്റ് ആദ്യം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയാൽ മതി. രണ്ടാമത്തെ ദിവസം അത് 1 മിനിറ്റ് ഉണ്ടായി. മൂന്നാമത്തെ ദിവസം എന്ത് ചെയ്തു, നിങ്ങൾ അത് ഒരു 2 മിനിറ്റ് ആക്കി. ഓക്കെ, 4-ാമത്തെ ദിവസം എന്ത് ചെയ്തു, അതൊരു 3 മിനിറ്റ് ആക്കി. 5-ാമത്തെ ദിവസം അത് 5 മിനിറ്റ് ആക്കി. അങ്ങനെ ഒരു 11 ദിവസം കൊണ്ട് നിങ്ങൾ 10 മിനിറ്റിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ 11-ാമത്തെ ദിവസം ആകുമ്പോൾ തന്നെ നിങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഹ്യൂജ് ആയിരിക്കും. ആദ്യം 10 ഉണ്ടാവും, അതിന് താഴെ 9 ഉണ്ടാവും, 9ന്റെ താഴെ 8 ഉണ്ടാവും. ഇതെല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ 100 മിനിറ്റ് ആയിട്ടുണ്ടാവും. ക്ലിയർ ആണോ? ഓക്കെ, ചെറിയ സ്റ്റെപ്പുകളിലൂടെ എന്ത് ചെയ്യുക നമ്മളിത്. മൂന്നാമത്തെ ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ നോട്ട്സിന് ആശയം അയച്ചുതരാം. മൂന്നാമത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞത് ബി കൺസിസ്റ്റന്റ് നോട്ട് പെർഫെക്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക. നമ്മൾ പെർഫെക്റ്റ് ആകാൻ വേണ്ടി കാത്തിരിക്കുക. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഇത്, പിന്നെ ഇതിൽ ഡ്രീമേഴ്സ് ഫ്രം ഡൂവേഴ്സ് ആവുക. ഓക്കെ, സ്വപ്നജീവിയിൽ നിന്ന് എന്ത് ചെയ്യുക, ആക്ഷൻ എടുക്കുന്ന മനുഷ്യനിലേക്ക് മാറുക. ലോകത്തിൽ 95% ആളുകളും ഡ്രീമേഴ്സ് ആണ്, 5% ആളുകൾ ഡൂവേഴ്സ് ആണ്. ഈ ഡ്രീമേഴ്സ് ഡൂവേഴ്സ് നമ്മുടെ ഡിഫറൻസ് എന്താ? ഡ്രീമേഴ്സ് എന്ന് പറയുന്നത് നല്ല ഡയലോഗ് അടിച്ചിട്ട് ഇതിങ്ങനെ സ്വപ്നം കണ്ട് പ്ലാൻ ചെയ്ത് മോട്ടിവേഷനും കേട്ടിട്ട് ഒരു ക്ലാസ് കഴിഞ്ഞ് അടുത്ത മെന്റർ അടുത്ത് പോയി പിന്നെ മെന്റർ അടുത്ത് പോയിട്ട് ഇവരിങ്ങനെ യാത്രയിലേക്കാണ്. ഓക്കെ, ഇവരെന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ അവരെ ആക്ഷനിലേക്ക് മാറൂല. ആ ഡ്രീമേഴ്സിൽ നിന്നും ഡൂഡേഴ്സിലേക്ക് ആക്ഷൻ ഓവർ ഐഡലീസ് ആണ്. നമ്മളപ്പോൾ മനസ്സിലാക്കുക, ഐഡലീസ് അല്ല നമ്മുടെ ലൈഫിൽ എന്തുണ്ടാവുക. ഐഡലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റിംഗ് ഫോർ ദ പെർഫെക്റ്റ് പ്ലാൻ ഓർ മൊമെന്റ് കീപ്സ് പീപ്പിൾ സ്റ്റക്ക്. നമ്മൾ ലൈഫിൽ ഇങ്ങനെ സ്റ്റക്ക് ആയിരിക്കുമ്പം കുറെ ആളുകൾ എന്ത് ചെയ്യും, പെർഫെക്റ്റ് മൊമെന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു കാട്ടിൽ അകപ്പെട്ടു. ആ കാട്ടിൽ അകപ്പെട്ടിട്ട് നിങ്ങൾക്ക് വഴി അറിയില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ അവിടെ ചർച്ച ചെയ്ത് നിൽക്കുകയാണ്, ഈ കാട്ടിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം. ചർച്ചയാണ്, 2 പേരുണ്ട് അല്ലെങ്കിൽ ഒരാളുണ്ട്, അയാൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്, ഈ കാടിന്റെ ഈസ്റ്റ് ഇതാണ്, നോർത്ത് ഇതാണ്, ഇതാണ്. ഞാൻ ആ പ്ലാൻ ചെയ്തുകൊണ്ട് അയാൾ രക്ഷപ്പെടുമോ? അയാൾ ഇങ്ങനെ പ്ലാനിങ് എടുക്കുകയാണ്. അല്ലെങ്കിൽ അയാളോട് നിന്നിട്ട് കുറെ വിഷ്വലൈസ് ചെയ്ത് ഞാൻ ഈ കാട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന ശക്തിമാനോ സൂപ്പർമാനോ എന്നെ വന്നിട്ട് രക്ഷപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ ദൈവനെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വിഷ്വലൈസ് ചെയ്ത് ഞാൻ രക്ഷപ്പെടുമോ? കാട്ടിലാക്കപ്പെട്ട ദൈവത്തിനോടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നിട്ട് അയാൾ ഇരുന്ന് അങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കുറെ അഫർമേഷൻ കൊടുത്ത് രക്ഷപ്പെടുമോ?
രക്ഷപ്പെടുവോ? യെസ് ഓർ നോ? ഇല്ല. അയാൾ എന്ത് ചെയ്യണം? അയാൾ ആ സ്റ്റക്കായി നിൽക്കുന്ന മൊമെന്റിൽ നിന്ന് മൂവ് ചെയ്യാൻ തയ്യാറാണ്. എപ്പോഴും നമ്മൾ ലൈഫിൽ സ്റ്റക്ക് ആകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഈ കാർഡിലെ എക്സാമ്പിൾ നിങ്ങൾക്ക് സ്റ്റക്കായിരിക്കുന്ന ആ സ്പേസിൽ നിന്ന് മൂവ് ചെയ്യാൻ തയ്യാറാവുമ്പോഴാണ് ചാർജ്. സ്റ്റക്കായിരിക്കുന്ന മൊമെന്റിൽ നിന്നും മൂവ് ചെയ്യാൻ തയ്യാറാവുമ്പോഴാണ് എന്ത് സംഭവിക്കുക? നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കുക. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? ആക്ഷനിലേക്ക് പോവുക, എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഹാബിറ്റ് ആക്കി മാറ്റുക. ഓക്കെ, ഫ്രീഡം ഫ്രം ഫിയർ ഓഫ് ഫെയിലിയർ. ഇതിൽ ഏറ്റവും കൂടുതൽ ഒരാൾ സ്റ്റക്ക് ആയിക്കുമ്പോൾ അയാൾക്ക് പിന്നെ ഉണ്ടാവുന്ന സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ പറയാറില്ലേ, വെള്ളത്തിൽ ചാടുക, ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ചയ്ക്ക് പിന്നെ പച്ചവെള്ളം കണ്ടാൽ പേടിയാണ്. ഒരു ടൈം ലൈഫിൽ ഒരാൾ ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ടാവും. പിന്നെ അയാൾ ശ്രമിക്കുന്നത് ഈ പരാജയം ഇല്ലാതിരിക്കാനാണ്. അവിടെ അയാൾ വീണ്ടും പരാജയപ്പെടും. കാരണം അയാളുടെ ഇൻഡ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇനി ഞാൻ പരാജയപ്പെടാതിരിക്കാൻ ലൈഫിൽ വീണ്ടും അയാൾ പ്ലാൻ ചെയ്യും, അയാൾ വീണ്ടും പരാജയപ്പെടും. ഓക്കെ, അതിന് ജസ്റ്റ് അയാൾക്ക് ചേഞ്ച് ചെയ്യാം. ഇനി ലൈഫിൽ പരാജയപ്പെടാതിരിക്കാൻ, ഇനി ലൈഫിൽ സക്സസ് ആവാനും വേണ്ടി എന്താ ചെയ്യേണ്ടത്, അതിലേക്കാണ് പിന്നെ അയാൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതാണ് ഫ്രീഡം ഫ്രം ഫിയർ ഓഫ് ഫെയിലിയർ. ഓക്കെ, ഞാൻ പരാജയപ്പെടുമോ എന്നുള്ളതിൽ പേടിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾക്ക് പിന്നെ ലൈഫിൽ സംഭവിച്ചുകൊടുക്കുന്ന പരാജയങ്ങളുടെ പരമ്പര ആയിരിക്കും. ഒരു സംശയം വേണ്ട. വൺസ് നിങ്ങൾ പരാജയപ്പെട്ടു, പിന്നെ നിങ്ങൾ പരാജയപ്പെടാതിരിക്കാനാണ് പ്ലാൻ ചെയ്ത് വെച്ചെങ്കിൽ നിങ്ങൾ പരാജയപ്പെടും. കാരണം ലോ ഓഫ് അട്രാക്ഷൻ എന്താ പറയുന്നത്? ഓക്കെ, ലോ ഓഫ് അട്രാക്ഷൻ എന്താണ് പറയുന്നത്? ലോ ഓഫ് അട്രാക്ഷന് നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞ സാധനമല്ല, ഒക്കെ ലോ ഓഫ് അട്രാക്ഷൻ പോസിറ്റീവാണ്. അപ്പോൾ പരാജയപ്പെടരുത് അയാൾ ചിന്തിക്കുമ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ മനസ്സിലാക്കുന്നത് ഇയാൾ പരാജയപ്പെടണം എന്നുള്ളതാണ്. പകരം അയാൾ വിജയിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ എന്ത് ചെയ്യും? വിജയിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ അയാൾക്ക് സ്വാഭാവികമായിട്ടും അതിലേക്കുള്ള വേ കിട്ടും. ഈ കാട്ടിൽ ഞാൻ കുടുങ്ങിപ്പോയി, ഇനി എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കൂല എന്ന് അയാൾ ചിന്തിക്കുമ്പോൾ, ഞാൻ മരിക്കുമോ എന്നൊക്കെ ചിന്തിച്ചാൽ ചിലപ്പോൾ മരിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മളെപ്പോഴും മറ്റേ സ്റ്റോറി പറയാറില്ലേ, മറ്റേ ബോധിമരത്തിന്റെ സ്റ്റോറി ഒരുപാട് തവണ പറഞ്ഞതാണ്, ഞാൻ എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. അപ്പൊ നമുക്ക് ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആക്സെപ്റ്റിംഗ് ദ മിസ്റ്റേക്ക് ആർ പാർട്ട് ഓഫ് ദ പ്രോസസ്, റിമൂവ് ദ ഫിയർ ദാറ്റ് പാരലൈസ് പെർഫെക്ഷനിസം. അതുകൊണ്ട് നമ്മൾ പെർഫെക്ഷനിസത്തിലേക്കല്ല പോകേണ്ടത്, അല്ലെങ്കിൽ പെർഫെക്ഷനിസ്റ്റ് ആവാനല്ല പോകേണ്ടത്. അതിൽ നിന്നുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് ഉടനെ തുടങ്ങുക, ക്വാളിറ്റി ത്രൂ റിപ്പീറ്റേഷൻ. ഓക്കെ, ഒരു ക്വാളിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ക്ലിയർ ആണോ? ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആണോ? ലൈഫിൽ സ്റ്റക്കായിരിക്കുന്ന ഒരു സന്ദർഭം നിങ്ങൾ ആരുടെങ്കിലും ലൈഫിലുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ വീഡിയോ ഓഫ് ചെയ്യുന്നുണ്ട്, സോറി ഫോർ ദാറ്റ്. നിങ്ങളെ ലൈഫിൽ നമ്മൾ സ്റ്റക്കായിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട സാധനം എന്താ വെച്ചാൽ, എപ്പോഴും നമ്മൾ ലൈഫിൽ സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ റൂമിലാണുള്ളത്. അപ്പോൾ ഞാനൊന്ന് സ്റ്റക്കായതാണ്. ഓക്കെ, ഞാൻ സ്റ്റക്കായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ചാർജ് ഇല്ല, അവിടുന്ന് മൂവ് ചെയ്തപ്പോൾ പ്രോബ്ലം സോൾവ് ആയി. ഓക്കെ, വെൻ യു സ്റ്റക്ക് ഇൻ യുവർ ലൈഫ്. ഓക്കെ, അത് ഞാൻ എൻ്റെ ലൈഫിൽ കീപ്പ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താ വെച്ചാൽ, നമ്മുടെ ലൈഫിൽ നമ്മൾ മൂഡ് പോവുക എന്നുള്ള സംഭവമല്ലേ. ഓക്കെ, മൂഡ് പോകുമ്പോൾ നിങ്ങൾ മൂവ് ചെയ്താൽ മതി എന്ന് പറയാം. നിങ്ങൾ ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മൂവ് ചെയ്ത് നമ്മൾ മൂഡ് പോകും. ആ റൂമാണെങ്കിൽ റൂമിൽ നിന്ന് മാറിയേക്കുക, ഓഫീസാണെങ്കിൽ ഓഫീസിൽ നിന്ന് താഴെ പോയി വരിക. ഓക്കെ, വേറെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൂഡ് മാറുക. അപ്പോൾ എന്നതുപോലെ ലൈഫിലെപ്പോഴും നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട ഒരു പോളിസി എന്താ വെച്ചാൽ, ബി കൺസിസ്റ്റന്റ് നോട്ട് പെർഫെക്റ്റ്. ഓക്കെ, നിങ്ങൾ ഒരു സമയത്ത് ഒരുപാട് വർക്ക് ചെയ്യുക, ഒരുപാട് അങ്ങോട്ട് ഇതാവുക, എന്നിട്ട് പിന്നെ റെസ്റ്റ് എടുക്കുക, പിന്നെയും വർക്ക് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് എല്ലാ ദിവസവും, അല്ലേ? വീട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 8 മാസം 6 മാസം അടച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് പിന്നെ അയാൾ വന്നിട്ട് പെയിന്റ് ഒക്കെ അടിച്ച് ക്ലീൻ ആക്കി പിന്നെ അയാൾ ഒന്നും ചെയ്യാതിരിക്കുന്നതിനെക്കാട്ടും നല്ലത് എല്ലാ ദിവസവും ആ മുറ്റൊന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ അവിടെ ബുദ്ധിമുട്ടുണ്ടാവില്ല. എല്ലാ ദിവസവും നിങ്ങൾ വീട് തൂത്തുവാരി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവില്ല, അല്ലേ? ഇനി വീട് ഞാൻ വേറെ എക്സാമ്പിൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി പറഞ്ഞുതരാം. നമ്മൾ പിന്നെ ഈ ടൗണിലേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഈ ഭ്രാന്ത് അവസ്ഥയിലൊക്കെ ഉള്ള അല്ലെങ്കിൽ മാനസിക നില തെറ്റി ഓരോ ആൾക്കാരെ കാണും, അല്ലേ? അവരുടെ ഡ്രസ്സോ കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കില്ല. മേലൊക്കെ ഒരുപാട് ചെളിയായിട്ടുണ്ടാവും, മുടിയൊക്കെ ആകെ ജട പിടിച്ചിട്ടുണ്ടാവും. കണ്ടിട്ടില്ല? അങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടില്ലേ? ഓക്കെ, എന്താ സംഭവിക്കുന്നത്? എല്ലാ ദിവസവും അയാൾ കുളിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇത് സംഭവിക്കുമോ? എല്ലാ ദിവസവും അയാൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ ഇത് സംഭവിക്കുമോ? ഇതെപ്പോഴും നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ മൈൻഡും അങ്ങനെ ഡസ്റ്റ് ആയിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഒരു പെർഫെക്റ്റ് മൊമെന്റിന് വേണ്ടി കാത്തു നിൽക്കാതെ ഡ്രീമർ ഫ്രം ഡൂവേഴ്സിലേക്ക് ആവുക. എന്ത് ചെയ്യുക? എപ്പോഴും ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുക. ആ ഹാബിറ്റ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ സ്റ്റെപ്പിലൂടെ പോവുക. ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നമുക്ക് ക്വാളിറ്റി എന്ന് പറയുന്നത് കാണാൻ പറ്റാത്തൊരു സാധനമാണ്. നിങ്ങൾ ആരെങ്കിലും ക്വാളിറ്റി കണ്ടിട്ടുണ്ടോ? ഒരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണെന്ന് നിങ്ങൾ പറയുന്നത്. എങ്ങനെ ഒരു പ്രൊഡക്റ്റ് ക്വാളിറ്റി ആണോ അല്ല നിങ്ങൾക്ക് തിരിച്ചറിയാം? എല്ലാവരും പറയും എൻ്റെ സെഷൻ ഭയങ്കര ക്വാളിറ്റി ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ള. എങ്ങനെ നിങ്ങൾക്ക് ക്വാളിറ്റി മെഷർ ചെയ്യാൻ പറ്റുക? എപ്പോൾ നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ളതെന്ന് തിരിച്ചറിയാം?
എപ്പോ സലാഹോ ഒരു ക്വാളിറ്റി എങ്ങനെ തിരിച്ചറിയാൻ പറ്റുക? നല്ല ക്വാളിറ്റിയുള്ള സംഭവമാണ് അവിടെ. എങ്ങനെ ക്വാളിറ്റി തിരിച്ചറിയാൻ പറ്റുക? വോയിസ് ബ്രേക്ക് ആയി. അത് യൂസ് ചെയ്യുമ്പോ നമുക്ക് എത്രമാത്രം ഉപകാരപ്രദമായ അതെ. Utility and satisfaction. എന്താണ്? Utility and satisfaction. യൂട്ടിലിറ്റി ആൻഡ് സാറ്റിസ്ഫാക്ഷൻ അല്ലേ? എങ്ങനെയാണ് ഈ യൂട്ടിലിറ്റി ആൻഡ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഒരൊറ്റ തവണ യൂസ് ചെയ്ത് സലാഹു? ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്ക് ഈ ക്വാളിറ്റി എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യാന്ന് പറഞ്ഞത് എപ്പോഴാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ബി മാജിക്കിനെ നിങ്ങൾ എടുത്തു നോക്കുക. ഓക്കെ, ബി മാജിക്കിനെ എടുത്തു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഐഡിയ കിട്ടും. നമ്മൾ ഒരുപാട് കാര്യങ്ങളോ വലിയ സംഭവങ്ങളിലേക്ക് പോയിട്ടില്ലെങ്കിലും നമ്മുടെ അടുത്ത് ഉള്ള സംഭവങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇത്രയും കാലം ചെയ്തുകൊണ്ട് നമുക്ക് 2000 ഡേയ്സ് ആവാൻ ആയിട്ടുള്ളത് അല്ലേ? ഈ 2000 ഡേയ്സിലേക്ക് ക്വാളിറ്റി എപ്പോഴും നമുക്ക് മനസ്സിലാവും റിപ്പീറ്റേഷനിലൂടെയാണ്. ഒരു മനുഷ്യന്റെ ക്വാളിറ്റി മനസ്സിലാവുന്നത് അവരുടെ സ്കില്ല്. കൺസിസ്റ്റൻസി ഈസ് ദ പാരന്റ്സ് ഓഫ് ക്വാളിറ്റി എന്നുള്ളതാണ്. ക്വാളിറ്റി എപ്പോഴാണ് മനസ്സിലാവുക? കൺസിസ്റ്റൻസി ഈസ് ദ പാരന്റ്സ് ഓഫ് ക്വാളിറ്റി. ഓക്കെ, ക്വാളിറ്റിയുടെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരന്റ്സ് എന്ന് പറഞ്ഞത് എന്താണ്? കൺസിസ്റ്റൻസിയാണ്. ഒരാൾക്ക് കൺസിസ്റ്റൻസി ഉണ്ടോ അയാളാണ് ക്വാളിറ്റിയുള്ള പേഴ്സൺ. ക്ലിയർ ആണോ? സ്കില്ലും ഡിസിപ്ലിനും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ സിംഗിൾ ഡേ ഉണ്ടാവുന്നതല്ല. ബോൺ ഔട്ട് ഓഫ് റിപ്പീറ്റേഷൻ. ഒരു കാര്യം ചെയ്ത് ഞങ്ങൾക്ക് ഒരു സ്കില്ലുണ്ട്. അതിൽ നിങ്ങളെപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആര്? നമ്മുടെ ബ്രൂസ്ലി പറഞ്ഞൊരു കോട്ടല്ലേ? എന്താണ് ബ്രൂസ്ലി പറഞ്ഞ കോട്ട? നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. എന്താണ്? 10,000 അടവ് പഠിച്ചതിനെക്കാട്ടി പേടി എനിക്ക് ഒരടവ് 10,000 പ്രാവശ്യം പഠിച്ചതാണ്. ക്ലിയർ ആണോ? 10,000 അല്ലേ? നമുക്ക് ചില ആളുകളുടെ പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പൊ ഞാനൊരു ലൈഫിൽ ഒരുപാട് ആളുകളെ, ഇപ്പൊ എൻ്റെ ഒക്കെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയ സാധനം, ഒരുപാട് കഴിവുകളുള്ള ആളുകൾ ചിലപ്പോൾ വിജയിക്കാനുള്ള ചാൻസ് കുറവായിരിക്കും. ചില ആളുകൾക്ക് ഒരൊറ്റ കഴിവുണ്ട്, അയാൾക്ക് പാട്ട് പാടാനേ അറിയുള്ളൂ, അയാൾ ആ പാട്ടിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് രക്ഷപ്പെട്ടു. ഓക്കെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയാറുണ്ട്. ഇപ്പം ബാലചന്ദ്ര മേനോൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നടനില്ലേ മലയാള സിനിമയിൽ? അല്ലേ, ബാലചന്ദ്ര മേനോൻ പറഞ്ഞ നടനില്ലേ മലയാള സിനിമയിലില്ലേ? ബാലചന്ദ്ര മേനോൻ എന്നല്ല പേര് അല്ലേ? കുറച്ച് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ അറിയാം. തിരക്കഥ എഴുതാൻ അറിയാം, കഥ എഴുതാൻ അറിയാം, പാട്ട് എഴുതാൻ അറിയാം, സംവിധാനം ചെയ്യാൻ അറിയാം, ഒരുപാട് കാര്യങ്ങൾ അറിയാം. മമ്മൂട്ടിക്ക് എന്താ അറിയുള്ളൂ? അഭിനയിക്കാനേ അറിയുള്ളൂ, വേറൊന്നും അറിയില്ല. ഓക്കെ, കഴിവ് നോക്കുകയാണെങ്കിൽ ആരാ? അപ്പൊ നമ്മൾ ഒന്നിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് നിങ്ങളടുത്ത് എന്താണോ നിങ്ങൾക്കുള്ള സ്കില്ല് അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന ആൾ സക്സസ് ആവും. ഓക്കെ, ഈ ഒരു വാക്ക് നിങ്ങൾ എഴുതി വെക്കുക. കൺസിസ്റ്റൻസി ഈസ് ദ പാരന്റ് ഓഫ് ക്വാളിറ്റി. കൺസിസ്റ്റൻസി ഈസ് ദ പാരന്റ് ഓഫ് ക്വാളിറ്റി. നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള എന്ത് സാധനം വേണമെന്ന് പറയുകയാണെങ്കിലും അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് ക്വാളിറ്റി എന്ന് പറയാം. അത് പേഴ്സണലി ആണെങ്കിലും പ്രൊഫഷണലി ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെന്തുണ്ടാവും? ക്വാളിറ്റി ഉണ്ടാവും. അപ്പം മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞത് ബി കൺസിസ്റ്റന്റ് നോട്ട് പെർഫെക്റ്റ്. ഓക്കെ, ഈ പഠിപ്പിക്കുന്ന പോയിന്റ് ഞാൻ നിങ്ങളെ എല്ലാ പോയിന്റും ഒക്കെ മറന്നു തന്നെ കൂട്ടിക്കോളി. ഈ മൂന്നാമത്തെ പോയിന്റ് മാത്രം നിങ്ങൾ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ നമ്മൾ സക്സസ് ആവും. 10 പോയിന്റാണ് ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞേ. ഈ 10 പോയിന്റ് വേണ്ട, മൂന്നാമത്തെ പോയിന്റ് മാത്രം മതി. നമ്മൾ കൺസിസ്റ്റന്റ് ആവുക. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കും? നമ്മുടെ സ്കില്ലും ബാക്കിയുള്ള സംഭവങ്ങളും ഒക്കെ ക്വാളിറ്റിയും ഒക്കെ കൂടും. ഓക്കെ, അപ്പം ആ ഡ്രീമറിൽ നിന്നും ഡൂവറിലേക്ക് നമ്മൾ മാറാണ്. നാലാമത്തെ ഒരു കാര്യം, അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഷേപ്പ് യുവർ എൻവയോൺമെന്റ് എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇതൊക്കെ നമുക്ക് ഈ സൊസൈറ്റിയിൽ നിന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ചാണകചാര്യ പറഞ്ഞോളി. ചാണകചാര്യാൽ നെപ്പോളിയൻ ഹിൽ ഒന്നുമല്ല, നമുക്ക് ആര് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്? നമ്മളെ കഴിഞ്ഞ പോയ തലമുറ പഠിച്ചു. ചാണകചാര്യ എന്താ? അതൊന്ന് ഫില്ല് ചെയ്തേ. ചാണകം ചാരിയാൽ ചാണകം മണക്കും, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും. സിമ്പിൾ അല്ലേ? അതാണ് നെപ്പോളിയൻ ഹിൽ എന്ന് പറഞ്ഞത്. കുറച്ചും കൂടെ ഫിലോസഫി ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് നെപ്പോളിയൻ ഹിൽ അതിൽ എന്ത് പറഞ്ഞു? ഷേപ്പ് യുവർ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു. ഓക്കെ, ഷേപ്പ് യുവർ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു. നമ്മളെ കഴിഞ്ഞ തലമുറ എന്ത് പറഞ്ഞു? ചാണകം ചാരിയാൽ ചാണകം മണക്കും. ഓക്കെ, ചന്ദനം ചാരിയാൽ ചന്ദനം മറക്കും. ഓക്കെ, നമ്മളുടെ കൂടെയുള്ള ഇതൊക്കെ ഞാൻ അധികം വിശദീകരിക്കാൻ പോകുന്നില്ല. നമ്മുടെ കൂടെയുള്ള ആളുകൾ, നമ്മുടെ സോഷ്യൽ മീഡിയകൾ, നമ്മുടെ സോഷ്യൽ ഇൻഫ്ലുവൻസുകൾ, ഇതൊക്കെ
ഇതൊക്കെ നിങ്ങൾ ട്രാൻസ്ഫോർമേഷനെ ബാധിക്കുന്ന കാര്യം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഓക്കെ, നിങ്ങളിപ്പോൾ ബി മാജിക്കിലൊക്കെ ഒന്ന് കുറച്ച് സെഷൻസ് ഒക്കെ കേട്ട് നിങ്ങൾ പോസിറ്റീവ് ഒക്കെ ആയി കുറച്ചിങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങളുടെ സുഹൃത്തുക്കളോട് പോയിട്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പറയുമ്പോൾ നീ ഒന്ന് പോയിക്കുക, ഈ കാര്യങ്ങൾ നടക്കുള്ളൂ. അങ്ങനെ അവരെ ഒരു 4 പേര് അവരും നിങ്ങളൊരു പേരുവാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, അവരിലേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്ഫോം ആവും. ഓക്കെ, ആ പഴയ രീതിയിലേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്ഫോം ആവും. ഓക്കെ, തിരിച്ച് ഇതിലേക്ക് ട്രാൻസ്ഫോം ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എൻവയോൺമെന്റ് നിങ്ങൾ എപ്പോഴും കറക്റ്റ് ആക്കി വെക്കണം. ഓക്കെ, നിങ്ങളുടെ കൂടെ ആരാണ് നടക്കേണ്ടത്, നിങ്ങൾ ആരോടാണ് പെരുമാറേണ്ടത്. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യില്ല, ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കില്ല. ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണമെങ്കിൽ നിങ്ങളുടെ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ഡിസൈനിങ് ഓഫ് ഡിഫോൾട്ട് ബിഹേവിയർ, നമ്മുടെ ഒരു ബിഹേവിയർ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നതിൽ എന്തുണ്ട്, എൻവയോൺമെന്റിന് വലിയ പ്രാധാന്യമുണ്ട്. എൻവയോൺമെന്റ് എന്തുണ്ട്, വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ ഒരു സംഭവങ്ങൾ ഷേപ്പ് യുവർ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമല്ലേ, നിങ്ങൾ 5 സുഹൃത്തുക്കൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ എപ്പോഴും നമ്മളെല്ലാവരും പറയുന്ന സംഭവമാണ്, സൈക്കോളജിയിൽ പറയുന്ന സംഭവമാണ്. എന്താണ്, നിങ്ങൾ 5 സുഹൃത്തുക്കൾ നോക്കിക്കഴിഞ്ഞാൽ മതി, അവരുടെ ആവറേജ് ആയിരിക്കും നിങ്ങളാണ്. ഓക്കെ, മറ്റേ ഫാറൂഖ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ ഇത് ചെയ്യുന്ന ഒരു കൊമേഡി, അയാൾ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെ ഇങ്ങന്മാരെ നമ്മളെല്ലാവരും ഇങ്ങനെ ആയിട്ട് എല്ലാവരും ഒരേപോലെ അറിഞ്ഞില്ലേ. നിങ്ങൾ 5 സുഹൃത്തുക്കളെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആ 5 സുഹൃത്തുക്കളുടെ ആവറേജ് ആയിരിക്കും നമ്മളുടെ. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് സംസാരിക്കുന്ന 5 പേര്. അപ്പോൾ എങ്ങനെയാണ് ഇതിന്, നിങ്ങൾ സ്കൂൾ നോക്കിയാൽ മതി. ഓരോ കുട്ടികളുടെ ക്യാരക്ടറും ആ സ്കൂളിന്റെ ക്യാരക്ടറുമായിട്ട് അല്ലെങ്കിൽ ആ സ്കൂളിന്റെ കൾച്ചറുമായിട്ട് നല്ല അലൈൻഡ് ആയിരിക്കും. നോക്കിയാൽ മതി, നല്ല ഒരു ആ സ്കൂളിന്റെ കൾച്ചർ എന്താണോ അല്ലെ, ഓരോ മക്കളുടെ കൾച്ചറും അവിടുത്തെ പേരൻസിന്റെ കൾച്ചറുമായിട്ട് വളരെ അലൈൻഡ് ആയിരിക്കും. ഇനി ഓരോ സ്ഥലത്ത് താമസിക്കുന്നതും ആളുകളും തമ്മിൽ ഡിഫറൻറ്റ് ഉണ്ടാവും. ഓക്കെ, ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുകളൊക്കെ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നല്ല എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ അവിടുത്തെ ഒരു കൾച്ചറും അപ്പുറത്ത് താമസിക്കുന്ന വേറെ ഒരു രീതിയിലെ കൾച്ചറും ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി ഓരോ നാട്ടിലെ കൾച്ചറും ഡിഫറെൻ്റ് ആയിരിക്കും. അല്ലെ, മലപ്പുറത്തെ കൾച്ചർ ആവില്ല ചിലപ്പോൾ ഇവിടെ കോഴിക്കോട് ഉണ്ടാവുക, കോഴിക്കോടത്തെ കൾച്ചർ ആവില്ല ചിലപ്പോൾ ഇവിടെ ഉണ്ടാവുക തൃശ്ശൂർ ഉണ്ടാവുക. ക്ലിയർ ആണോ? നമ്മുടെ എൻവയോൺമെന്റ്, നമ്മുടെ സറൗണ്ടിങ് എന്ന് പറഞ്ഞത് എത്രമാത്രം നമ്മളെ സ്വാധീനിക്കുന്ന ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ നാട്ടിൽ ഒരു സാധാരണ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അയാൾ അങ്ങനെ പഠിച്ച് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അയാൾ ഒരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ച് സാധാരണ അയാൾക്കൊരു IAS ഓഫീസറായി കുറച്ച് കഴിഞ്ഞപ്പോൾ. അല്ലെങ്കിൽ ഒരാൾ എന്ത് ചെയ്തു, പട്ടാളത്തിൽ ജോയിൻ ചെയ്തു. പിന്നെ അയാളുടെ ക്യാരക്ടറും ആദ്യത്തെ ക്യാരക്ടറും സെയിം ആയിരിക്കുമോ? സെയിം ആയിരിക്കുമോ? വ്യത്യാസം ഉണ്ടാവും അല്ലെ. നാട്ടിൽ നമ്മളിങ്ങനെ നടക്കുന്നുള്ളൂ. നിങ്ങൾ എന്തിനാ ബി മാജിക്കിലേക്ക് വരുന്നത്? ഈ ബി മാജിക്ക് എന്തിനാ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത്? എന്തിനാ? നിങ്ങൾ ഈ എൻവയോൺമെന്റ് ചേഞ്ച് ആക്കാനാണ്. ക്ലിയർ ആണെന്നുണ്ടോ? അപ്പം അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ സർക്കിൾ. ദ പീപ്പിൾ വൺ അസോസിയേറ്റ് വിത്ത് ക്യാൻ ഐദർ എലവേറ്റ് ഓർ ഡ്രെയിൻ എനർജി. നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾ 2 രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാവും. ഒന്ന് നിങ്ങളെ എനർജി കൂട്ടി തരുന്ന ആൾക്കാരുണ്ടാവും, ഒന്ന് നിങ്ങളെ എനർജി കുറച്ച് തരുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കുക. ആ ഫ്രണ്ട്സ് ലിസ്റ്റ് എടുത്തിട്ട് നിങ്ങളൊന്ന് വെറുതെ ഒന്ന് പോയി നോക്കുക. നിങ്ങളുടെ ഒരു 10 ഫ്രണ്ട്സിനെ എടുക്കുക, ഏറ്റവും ഒരുമിച്ചുണ്ടാവുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇടപഴകുന്ന 10 ആളുകൾ എടുക്കുക. ആ 10 ആളുകൾ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുക. ആരൊക്കെയാണ് നിങ്ങളെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന ആൾക്കാർ, ആരൊക്കെയാണ് നിങ്ങളെ എനർജി എലവേറ്റ് ചെയ്യുന്നത്, കുറച്ചും കൂടി പിന്നെ ബൂസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ആരാണെന്ന് നിങ്ങൾ നോക്കുക. അതിൽ നിന്ന് പറ്റാത്ത ആളുകൾ ഒഴിവാക്കുന്നത് എപ്പോഴും നോക്കുക. അതേപോലെ തന്നെ ഫിസിക്കൽ ആൻഡ് ഡിജിറ്റൽ സ്പേസസ് എപ്പോഴും നമ്മൾ നോക്കുക. നമ്മൾ താമസിക്കുന്ന ഏരിയ, അതേപോലെ നമ്മുടെ ഫോണിന്റെ നോട്ടിഫിക്കേഷൻസ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഡിസ്ട്രാക്ഷൻസിലേക്ക് കൊണ്ടുവന്ന സാധനമാണ്, നമ്മുടെ എൻവയോൺമെന്റ് ആണ്. നിങ്ങൾ ഇപ്പം ഈ പെരുമാറുന്ന ആളുകൾ മാത്രമല്ല, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആളുകൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എൻവയോൺമെന്റിനെ സ്വാധീനിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. കുറച്ച് മുമ്പ് ഏറ്റവും വലിയ ഇവിടെ വിവാദം ഉണ്ടായിരുന്ന സംഭവമാണ് തൊപ്പി എന്ന് പറഞ്ഞ ആള്. തൊപ്പിയുടെ വീഡിയോ കാണരുത്. അപ്പൊ ഞാൻ എൻ്റെ മോനോടൊക്കെ പറയാറുണ്ടായിരുന്നു, നീ തൊപ്പിയുടെ വീഡിയോ കാണരുത്. കാരണം എന്താ, അത് ഇൻഫ്ലുവൻസ് ചെയ്യും. അല്ലെങ്കിൽ ഡാർക്ക് വെബ്, അല്ലെങ്കിൽ വെബ് സീരീസ്, ഇങ്ങനത്തെ കുറെ കാലങ്ങൾ ഇതിനു മുമ്പ് കുറച്ച് എന്തോ ഒരു ഗെയിം വന്നു. ഓക്കെ, ഇതൊക്കെ PUBG വന്നു, നിരോധിച്ചു. ഇതൊക്കെ എന്താ കാരണം? എന്താ ഈ PUBG ഒക്കെ നിരോധിക്കാനുള്ള കാരണം എന്താ? ഇതൊക്കെ നമ്മളുടെ എൻവയോൺമെന്റ് ആണ്. എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട എൻവയോൺമെന്റ് ആണ് നമ്മുടെ ഫിസിക്കൽ എൻവയോൺമെന്റ് മാത്രമല്ല, നമ്മുടെ ഡിജിറ്റൽ സ്പേസസിനെ നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. ആ ഡിജിറ്റൽ സ്പേസസിൽ ഞാനിവിടെ അടുത്തൊരു ഇന്റർവ്യൂവിന് ഒരാളോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഒരാൾ എൻ്റെ മുമ്പിൽ ഇന്റർവ്യൂവിന് വരുന്ന സമയത്ത് ഞാൻ അയാളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നോക്കും. ഓക്കെ, അപ്പൊ അയാളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നോക്കുമ്പോൾ അയാൾ ഒരുപാട് രാഷ്ട്രീയം പറയുന്ന ആളാണ്, ഞാൻ അയാൾ എടുക്കില്ല. അയാൾ ഒരുപാട് മതം പറയുന്ന ആളാണ്, ഞാൻ അയാൾ എടുക്കില്ല.
ക്ലിയർ ആണോ? നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആരാണെന്നുള്ളത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവും. നമ്മുടെ ഒരാളുടെ കാര്യങ്ങൾ ഒരാൾക്ക് മനസ്സിലാണെങ്കിൽ അയാളുടെ സെർച്ചിങ് ഹിസ്റ്ററി ഒന്ന് സെർച്ച് നോക്കിയാൽ മതി. ഓക്കെ, അയാളുടെ ഇൻസ്റ്റാഗ്രാമിൽ അയാൾ ആരെ ഫോളോ ചെയ്ത് നോക്കിയാൽ മതി, അയാളുടെ ഫേസ്ബുക്കിൽ അയാളെ ഫോളോ ചെയ്യുന്നത്, അയാൾ യൂട്യൂബിൽ ആരെയാണ് സർഫ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ ക്യാരക്ടർ കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ ഇപ്പൊ ഏറ്റവും ശ്രദ്ധിക്കേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻവയോൺമെന്റ് നമ്മളത് ചെയ്യുന്നപ്പോൾ ഈ ഫോണിന്റെ ഇപ്പൊ എൻ്റെ ഒക്കെ ഫോണിന്റെ എല്ലാ നോട്ടിഫിക്കേഷനും ഓഫാ. ഒരു ഫോണിന്റെ ഒരു നോട്ടിഫിക്കേഷൻ പോലും ഞാൻ ഓൺ ചെയ്ത് തരാറില്ല. കാരണം ഈ നോട്ടിഫിക്കേഷൻസ് നമുക്ക് എന്ത് ചെയ്യും, ഡിസ്ട്രാക്ഷൻസ് ഇങ്ങനെ കൊണ്ടുവരും. അപ്പൊ ആ കാര്യങ്ങൾ എന്ത് ചെയ്യാം, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവണമെങ്കിൽ എപ്പോഴും ഒരു പ്രൊട്ടക്ട് യുവർ ഹെൽത്ത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ് പ്രൊട്ടക്ട് യുവർ ഹെൽത്ത് എന്ന് പറഞ്ഞത്. പ്രൊട്ടക്ട് യുവർ ഹെൽത്തിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ലീപ്പ് ആസ് റിക്കവറി. എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, സ്ലീപ്പാണ് നമ്മുടെ ലൈഫിന് എന്ത് ചെയ്യുക, റിക്കവർ ചെയ്യുക. ഹെൽത്ത് ഈസ് പ്രസന്റഡ് ആസ് ദ ഫൗണ്ടേഷണൽ പില്ലർ ഓഫ് സപ്പോർട്ട്സ് ഓൾ അതർ എഫേർട്സ്. നമ്മളെല്ലാ ബാക്കിയുള്ള എഫേർട്സും നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്ത് വേണം, അല്ലേ? ഹെൽത്ത് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. വിത്തൗട്ട് എനർജി, നമുക്ക് എനർജി ഇല്ലെങ്കിൽ ഇതുണ്ടാവില്ല, ഫോക്കസ് ഉണ്ടാവില്ല, സ്ട്രെങ്ത് ഉണ്ടാവില്ല, അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ അതിന്റെ ഫസ്റ്റത്തെ സാധനം സ്ലീപ്പ് ആസ് റിക്കവറി. സ്ലീപ്പ് ഈസ് നോട്ട് ലേസിനെസ് ബട്ട് സ്ട്രാറ്റജിക് നെസസറി ഫോർ ദ മെന്റൽ ആൻഡ് ഫിസിക്കൽ റിക്കവറി എന്നുള്ളതാണ്. നമ്മുടെ അതൊരു ഒരു മടിയല്ല, അത് നമുക്കൊരു 6 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ 7 മണിക്കൂറൊക്കെ ഉള്ള സ്ലീപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ രണ്ടാമത് പറയുന്നത് ഫുഡ് ആസ് ഫ്യൂവൽ. എന്താണ്, നമ്മുടെ ഫ്യൂവലിന് വേണ്ടിയിട്ട് ഫുഡ് കഴിക്കുന്ന രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, എനർജിയിലെ ഫുഡുകൾ കാര്യങ്ങൾ കഴിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇതും ഏറ്റവും കൂടുതൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ആറാമത്തെ കാര്യം ഞാനിപ്പോൾ ഇത് ചെയ്യാൻ പെട്ടെന്ന് 4 കാര്യങ്ങളോട് പറയാം. ആറാമത്തെ കാര്യം ടേക്ക് റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, ടേക്ക് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണമെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് വേണം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാം. നിങ്ങളുടെ മോൻ എന്ത് ചെയ്യണം, നിങ്ങളുടെ മോന് 10 വയസ്സായി. ഓക്കെ, 10 വയസ്സായ സമയത്ത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അവനെന്ത് ചെയ്യണം, അടുത്ത അങ്ങാടിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള കവലയിലേക്ക് ഒന്ന് പറഞ്ഞു വെച്ചിട്ട് അവിടുന്ന് ഒരു സാധനം മേടിച്ചു വരണം. അപ്പൊ നിങ്ങളുടെ പേടി എന്ന് പറയുന്നത് അതൊരു ഹൈവേ ആണ്. ഇവൻ ഹൈവേ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ എന്തെങ്കിലും സംഭവിക്കുമോ, അല്ലെങ്കിൽ ഇവന്റെ ഹൈവേ സ്വന്തമായിട്ട് ക്രോസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഓക്കെ, എപ്പോഴാണ് അവന് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുക, നിങ്ങൾ അവനെ റെസ്പോൺസിബിലിറ്റി കൊടുക്കുമ്പോഴാണോ, അല്ല നിങ്ങൾ അങ്ങനെ പേടിച്ചിരുന്ന് കഴിഞ്ഞാലാണോ, അല്ലെങ്കിൽ നിങ്ങൾ ദിവസം പറയാം നീ ഒന്ന് പോയി മേടിച്ചിട്ട് പോവാ, ഹൈവേ ഒക്കെ ചെയ്യുമ്പോൾ ഒന്ന് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നിനക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന കുറച്ച് പ്രായമുള്ള ആൾക്കാരുണ്ടാവും, അയാളോടൊന്ന് പറഞ്ഞേക്കാം, എനിക്ക് ഹൈവേ ഒന്ന് ക്രോസ് ചെയ്യാൻ ഞാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞേക്കാം. ഇങ്ങനെ ഒരു സജഷൻസും കൊടുത്ത് വന്നു കഴിഞ്ഞാൽ ഇവർ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുമോ? യെസ് ഓർ നോ? സംഭവിക്കുമോ? അതോ അവനെ നിങ്ങൾ വീട്ടിൽ ഇങ്ങനെ അവനെ വിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറയുമ്പോഴാണോ, അല്ലെങ്കിൽ ഈ ആക്ഷനിലേക്ക് ഇവനെ വിടുമ്പോഴാണോ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുക? എപ്പോഴാണ് സംഭവിക്കുക? ആക്ഷൻ എടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, സംഭവിക്കുക. അപ്പൊ നമ്മുടെ ലൈഫിൽ എപ്പോഴും ഈ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന പാർട്ട്, റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി ആസ് പവർ എന്ന് പറയാതെ നമ്മുടെ ലൈഫിൽ എപ്പോഴും എന്ത് ചെയ്യുക, നമ്മൾ റെസ്പോൺസിബിൾ. വെൻ യു ആക്സെപ്റ്റ് ദാറ്റ് യു ആർ ദ ലൈഫ് ഈസ് ദ റിസൾട്ട് ഓഫ് യുവർ ഡിസിഷൻ, യു ആൾസോ ആക്സെപ്റ്റഡ് യു ഹാവ് ദ പവർ ടു മേക്ക് ന്യൂ വൺസ്. ഓക്കെ, നമ്മളെപ്പോഴും ഈ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോൾ ഈ റെസ്പോൺസിബിലിറ്റി എടുക്കാത്ത ആളുകളുടെ സ്വഭാവം എന്താ വെച്ചാൽ അവരുടെ കാരണമായിരിക്കില്ല. റെസ്പോൺസിബിലിറ്റി എടുക്കാത്ത ആളുകൾ അവർക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ എപ്പോഴും പറയാം അത് ഞാൻ ഇന്ത്യയിൽ ജനിച്ചുകൊണ്ടാണ്, അത് ഇവിടുത്തെ പൊളിറ്റിക്സിന്റെ പ്രശ്നങ്ങളാണ്, ഇവിടെ ഇങ്ങനെ ഞാൻ ആയതുകൊണ്ടാണ്, അത് എൻ്റെ ഫാമിലിന്റെ ഇഷ്യൂ ആണ്, അത് ഞാൻ പഠിക്കാത്തതുകൊണ്ടാണ്, അത് ഇങ്ങനെ അവർക്ക് എന്ത് ചെയ്യില്ല, അവരുടെ ഉത്തരവാദിത്തങ്ങൾ പറയില്ല. അവർ അതിൽ നിന്ന് പകരം എന്ത് ചെയ്യും, മറ്റുള്ളവർ അതിനിങ്ങനെ പഴിചാരിക്കൊണ്ടിരിക്കും. റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ആളുകൾ. റെസ്പോൺസിബിലിറ്റി അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലൈഫിൽ നമ്മൾ ഏത് ഇതിലാണോ നിൽക്കുന്നത് അതിന്റെ 100% റെസ്പോൺസിബിലിറ്റി നമുക്കാണ്. നല്ലത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ചീത്ത സംഭവിച്ചിട്ടുണ്ടെങ്കിലും അവിടെ തന്നെ റെസ്പോൺസിബിലിറ്റി എടുക്കുമ്പോഴാണ് ഷിഫ്റ്റിംഗ് നമുക്ക് മൈൻഡ് സെറ്റ് ഉണ്ടാകുന്നത്. അതാണ് ഐ ക്യാൻ സക്സീസ് ബിക്കോസ് ഓഫ് വേറെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിന് പകരം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഈ ഒരു സിറ്റുവേഷൻസ് ലൈഫിൽ സക്സസ് ആയ ആളുകളും അല്ലാത്ത ആളുകളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ് ആവാത്ത ആളുകൾ എന്ത് ചെയ്യും, അയാൾക്ക് വേണ്ട സാഹചര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും. ഓക്കെ, സാഹചര്യം റെഡിയാക്കാൻ വേണ്ടി കാത്തിരിക്കും. സക്സസ് ആയ ആളോ അയാൾക്ക് വേണ്ട സാഹചര്യങ്ങൾ മേക്ക് ചെയ്യും. ചെറിയ ഡിഫറൻറ്റേ ഉള്ളൂ. ഓക്കെ, പക്ഷെ അത് വലിയ ഇമ്പാക്റ്റ് ആണ്. സക്സസ് ആവാത്ത ആളുകൾ എന്ത് ചെയ്യും, സാഹചര്യങ്ങൾ റെഡി ആവാനും വേണ്ടി കാത്തിരിക്കും. സക്സസ് ആയ ആളുകൾ അദ്ദേഹത്തിന് വേണ്ട സാഹചര്യം, അവിടെയാണ് ഷിഫ്റ്റ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഷിഫ്റ്റ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കുക. ഓക്കെ, ഇതൊക്കെ സംഭവിച്ചതിന് കാരണം ഉത്തരവാദിത്തം എനിക്കാണ്, ഇതിൽ ഞാനാണ് ചേഞ്ച് ചെയ്യാനുള്ളത് ഏറ്റെടുക്കുമ്പോഴാണ് എന്ത് ചെയ്യാം അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുക.
ഏഴാമത്തെ കാര്യം ഇദ്ദേഹം പറഞ്ഞത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കീപ് ലേണിംഗ്. ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയണ്ടല്ലോ. ലേണിംഗ് ബിയോണ്ട് ഫോർമൽ എഡ്യൂക്കേഷൻ. കീപ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 10ാം ക്ലാസ് പാസ്സായതോ +2 പാസ്സായതോ ഒന്നുമല്ല. പഠിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു. പഠിച്ചുകൊണ്ടേ ഇരിക്കുക. നമ്മൾ ഈ ജീവിതകാലം മുഴുവൻ പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ ലോകത്തിന്റെ ഒരു സ്പൂൺ ഒരു നമ്മുടെ അറിവ് എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ അറിവ് എന്ന കടൽ പോലെ എന്ന് പറയുന്നത്, ആ കടലിൽ നിന്ന് ഒരു സ്പൂണിൽ എടുക്കുന്ന അത്ര പോലെ അറിവ് നമുക്ക് കിട്ടില്ല. ഇപ്പം ബഷീർ ഖാൻ എനിക്ക് പല സമയത്തും ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നു. 70 വയസ്സായി കഴിഞ്ഞാലും ബഷീർ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. ഓക്കെ. നബിയുടെ ഒരു ചരിത്രം പറയുന്നുണ്ട്. നബിയുടെ ഇതിലും ഒരു നബി പറയത്തില്ല ഒരാളോട്, നിങ്ങൾ അടുത്ത് കുറച്ച് സമയം കൊണ്ട് മരിച്ചു പോകും പറയുന്നത് ഒരു സ്വഹാബിനോട്. അപ്പൊ ഈ സ്വഹാബി ചോദിക്കത്ര, നബി എനിക്ക് ചെയ്യാൻ പറ്റുന്ന 2 നല്ല കാര്യങ്ങൾ പറഞ്ഞുതരാൻ പറ്റുമായിരിക്കും. അപ്പൊ നബി പറയും, നീ കുറച്ച് മരങ്ങൾ നട്ടേക്കുക. മരിച്ചു പോകണല്ലോ, അതിന് മുമ്പ് കുറച്ച് മരങ്ങൾ നട്ടേക്കുക. 2, നീ കുറച്ച് കാര്യങ്ങൾ പഠിച്ചേക്കുക. ഈ മരിക്കാൻ പോകുന്ന വ്യക്തിനോട് പോലും എന്താ പറഞ്ഞത്? പഠിക്കാനാണ് പറഞ്ഞത്. കുറച്ച് കാര്യങ്ങൾ എന്താ ചെയ്യുക? പഠിച്ചേക്കുക. അപ്പൊ എപ്പോഴും നമ്മുടെ എഡ്യൂക്കേഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രാക്ടീസ് ഓഫ് ലേണിംഗ് ഈസ് ലൈഫ് ലോങ് എൻഡെവർ, നോട്ട് വൺ ദാറ്റ് എൻഡ് വിത്ത് സ്കൂളിംഗ്. നമ്മുടെ സ്കൂളിന്റെ കൂടെ നമ്മളെ പഠനം പുസ്തകം മടക്കി വെക്കുന്ന ശീലം നമ്മൾ മാറ്റും. മെത്തേഡ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് കം ഫ്രം മൾട്ടിപ്പിൾ സോഴ്സ്. നമുക്ക് റീഡിങ്ങിലൂടെ പഠിക്കാം, അല്ലെ, എക്സ്പീരിയൻസിലൂടെ പഠിക്കാം, പോഡ്കാസ്റ്റ് ചോദിച്ച് പഠിക്കാം, വേറെ ആളുകളെ പോയി മീറ്റ് ചെയ്തിട്ട് പഠിക്കാം. അങ്ങനെ പല രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, മിസ്റ്റേക്ക് ആസ് എ ടീച്ചർ. നമ്മൾ ബെസ്റ്റ് ടീച്ചർ എന്ന് പറഞ്ഞ മിസ്റ്റേക്കാണ്. ഓക്കെ. നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ബെസ്റ്റ് ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റേക്കാണ്. പക്ഷെ മിസ്റ്റേക്കിനെ പേടിച്ചിട്ട് എന്ത് ചെയ്യാതൊക്കെ ചെയ്യാതൊക്കെ. മറ്റേ കമലാസുരയ്യ പറഞ്ഞു എന്താണ്, നഷ്ടപ്പെടുമെന്ന് ഓർത്ത് നിങ്ങൾ പ്രണയിക്കാതിരിക്കരുതാണ്. എന്നതുപോലെ പരാജയപ്പെടുമെന്ന് ഓർത്ത് നിങ്ങൾ ചെയ്യാതിരിക്കരുത്. ക്ലിയർ ആണോ? പരാജയപ്പെടുമെന്ന് ഓർത്തിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കരുത്. കാരണം എന്താ? മിസ്റ്റേക്ക് ഈസ് ബെസ്റ്റ് ടീച്ചർ. ഈ ലൈഫിൽ എത്തിയ ആളുകളൊക്കെ അതിൽ നിന്നായിരിക്കും അവർക്ക് എന്ത് ചെയ്യുക? പഠിച്ചിട്ട് മുന്നോട്ട് പോകാനുണ്ടാവും. 8ാമത്തെ കാര്യം പറഞ്ഞാൽ മാസ്റ്റർ ഒരു ടൈം എന്നുള്ളതാണ്. ഓക്കെ. മാസ്റ്റർ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രയോറിറ്റികൾ മനസ്സിലാക്കുക. സിംപ്ലി അത്രേ പറയുന്നുള്ളൂ. നമ്മുടെ പ്രയോറിറ്റികൾ മനസ്സിലാക്കുക. 9ാമത്തെ കാര്യം പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. 10ാമത്തെ കാര്യം ബിൽഡ് കണക്ഷൻസ് ആൻഡ് ഗിവ് ബാക്ക്. ഓക്കെ. ബിൽഡ് കണക്ഷൻസ് ആൻഡ് ബിൽഡ് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യാൻ നോക്കുക? ഫുൾഫിൽമെന്റ് ത്രൂ ഔട്ട് കോൺട്രിബ്യൂഷൻസ്. നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു കൊളാബറേഷൻ മോഡിലേക്ക് പോവാം. ഓക്കെ. ഹെൽപ്പിംഗ് അതേഴ്സ് സ്ട്രെങ്തൻ വൺസ് ഓൺ സെൻസ് ഓഫ് പർപ്പസ്. ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ കാര്യമാണ്. ദ ആക്ട് ഓഫ് giving back creates as a reminder that one's journey is not just about personal gain and about making positive impact. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മൾ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് വാട്ട് യു വിൽ ഗെറ്റ് ബാക്ക്. നമ്മുടെ ചുറ്റുപാടുള്ള ഒരാൾക്ക് എന്ത് സഹായമാണ് ചെയ്തു കൊടുക്കാൻ പറ്റുക എന്നുള്ള മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അയാൾക്ക് ആ സഹായം ചെയ്ത് കൊടുക്കാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും കുറേ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. കർമ്മ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പൊ ഈ 10 കാര്യങ്ങളിൽ നിങ്ങളുടെ ലൈഫിൽ ഏതൊക്കെ കാര്യങ്ങൾ ഉണ്ട് നോക്കുക. ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഇല്ലാത്തത് നോക്കുക. ഞാനിത് ലീഡേഴ്സ് ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഈ 10 കാര്യങ്ങളും ജസ്റ്റ് ഞാൻ സ്ക്രീൻഷോട്ടായിട്ട് അയക്കാം. ആ കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ആലോചിക്കാം. ബേസിക്കലി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിന്ന് ഈ 10 കാര്യങ്ങൾ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട്, ഓക്കെ, എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നിങ്ങളോട് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി കൺസിസ്റ്റന്റ് നോട്ട് പെർഫെക്റ്റ് എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ബി കൺസിസ്റ്റന്റ് നോട്ട് പെർഫെക്റ്റ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക? കൺസിസ്റ്റന്റ് ആയിരിക്കുക. അങ്ങനെയുള്ള ഒരാൾ എന്തായാലും ലൈഫിൽ ഒരു സമയമാകുമ്പോൾ കോൺഫിഡൻസ് കൂടെ അയാൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് എത്തുകയും ചെയ്യും. സോ താങ്ക് യു. ഓക്കെ. താങ്ക് യു സൈഫ് സർ. താങ്ക് യു സോ മച്ച്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ സെഷൻ? നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാമോ എല്ലാവരും? പെട്ടെന്ന്. നമുക്ക് ടൈമില്ല. സോ ആരെങ്കിലും ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും പറയാൻ റെഡി ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? സാർ ഇന്നിപ്പോൾ ചേഞ്ചും ട്രാൻസ്ഫോർമേഷനും ഒക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യാനുള്ളവർ പെട്ടെന്ന് പറയാം. ഇല്ലാത്തവർ എന്ത് ചെയ്യുക? ചാറ്റ് ബോക്സിൽ ജസ്റ്റ് ഇന്നത്തെ ഒരു സെക്ഷന്റെ ഫീഡ്ബാക്ക് കമന്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ ആർക്കും പറയാനില്ല? പ്ലീസ്.
ഓക്കെ, അപ്പം എല്ലാവരും കമന്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആർക്കും ഡൗട്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്റ്റോറി കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാനില്ലാത്തത് കൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യാലോ അല്ലേ? റെഡി അല്ലേ എല്ലാവരും? ഓക്കെ, സോ വൈൻഡപ്പ് ചെയ്തോട്ടെ. സേഫ് സർ. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ ഒരു സെഷൻ എടുത്ത സേഫ് സാറിനും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം എല്ലാവർക്കും ലീവ് ചെയ്യാം കേട്ടോ. ഹാവ് എ നൈസ് ഡേ. ബൈ ഓൾ. താങ്ക് യു സിസ്റ്റർ. Thank താങ്ക് യു you, ഓൾ. sir. Thank you all. Thank you all. Thank you. Thank you.